ഹലോ ഫ്രണ്ട്സ്, ഏവർക്കും ഒരു പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പം നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയബറ്റിക്കുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രമേഹവുമായിട്ട് ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഞാൻ മിക്കവാറും ഒക്കെ വർക്കൗട്ട് വീഡിയോകളാണ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പം ഇന്ന് ഒരു അല്പം മാറ്റം വരുത്താമെന്ന് കരുതി. നമ്മുടെ ഒരു ചുറ്റുപാടിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ, നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഒരുപാട് ഡയബറ്റിക് പേഷ്യൻസ് ഇങ്ങനെ കൂടി കൂടി വരുവാണ്. ഓക്കെ, ഇപ്പം അതിന് പ്രായമോ ഒന്നുമില്ല, ചെറുപ്പക്കാർ, വളരെ ചെറിയ കുട്ടികൾ വരെ ഈ പ്രമേഹം കണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇതിങ്ങനെ വർദ്ധിച്ച് വരുവാണ്. മിക്കവാറും ആൾക്കാരെല്ലാം തന്നെ മരുന്ന് കഴിക്കുന്നുണ്ട്, അല്ലെന്നുണ്ടെങ്കിൽ ഇൻസുലിൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ പല ആൾക്കാരും ഈ ഷുഗർ കൂടിയിട്ട് ഡോക്ടർമാരെയൊക്കെ പോയി കാണുന്ന സമയത്ത് അവർ മരുന്നുകളാണ് സജസ്റ്റ് ചെയ്യുന്നത്. അപ്പം മരുന്ന് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ് പലർക്കും ഉണ്ടാവുന്നത്. ഞാൻ എൻ്റെ ഒരു ജീവിതത്തിൽ നടന്ന ഒരു കഥ നിങ്ങൾക്കായിട്ട് പറഞ്ഞുതരാം. ഒരു കഥയല്ല, നടന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഞാൻ ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ രാവിലെയാണ് ജിമ്മിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അപ്പം ജിമ്മിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ വെച്ച് ഒരു കക്ഷിയെ പരിചയപ്പെടുകയുണ്ടായി. അദ്ദേഹം ഇന്നെൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കൂടിയാണ്. അപ്പം അദ്ദേഹം ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ആ ജിമ്മിൽ വ്യായാമം ചെയ്യുമായിരുന്നു. അങ്ങനെ ഞാൻ 2-3 ദിവസമൊക്കെ വർക്കൗട്ട് ചെയ്യുന്ന സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ കണ്ട്, ഇങ്ങനെ പുള്ളിയായിട്ട് സംസാരിച്ച്, അങ്ങനെ എന്തോ ഞാൻ വർക്കൗട്ട് ചെയ്യുന്ന രീതിയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടായിരിക്കും പുള്ളി എൻ്റെ ഒപ്പം വർക്കൗട്ടിനായിട്ട് കൂടി. അങ്ങനെ കൂടുതൽ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോഴാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഡയബറ്റിക് ഉണ്ട്, നല്ല രീതിയിൽ ഷുഗർ ഉണ്ട്. അപ്പോൾ അദ്ദേഹത്തിന് ഷുഗർ കുറയ്ക്കണം. ഷുഗർ കാരണം അദ്ദേഹത്തിന് ഭയങ്കര തളർച്ചയാണ്, അദ്ദേഹത്തിന് ഒരു അവശതയാണ്, അദ്ദേഹത്തിൻ്റെ ജോയിൻസുകൾക്കെല്ലാം വേദന, ആകപ്പാടെ പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞു താങ്കൾ എൻ്റെ ഒപ്പം വർക്കൗട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരാണ് പിന്നെ വർക്കൗട്ട് ചെയ്തത്. നല്ല രീതിയിൽ ഹെവി ആയിട്ടുള്ള വർക്കൗട്ടായിരുന്നു. ഞാൻ അദ്ദേഹത്തോട് നല്ല രീതിയിൽ ട്രെയിനിങ് ചെയ്യിപ്പിക്കുമായിരുന്നു, വെയിറ്റ് ട്രെയിനിങ് ചെയ്യിപ്പിക്കുമായിരുന്നു. ഓക്കെ, വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് അവസാനം ഒരു 1-1.5 മാസം കഴിയുമ്പോഴേക്കും നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വസിക്കത്തില്ല, അദ്ദേഹത്തിൻ്റെ ആ ഒരു ഡയബറ്റിക് അല്ലെങ്കിൽ ആ ഒരു ഷുഗർ നല്ല രീതിയിൽ കുറഞ്ഞ് ഒരു മിനിമം നമുക്ക് വേണ്ടുന്ന ഒരു ഷുഗർ നിലയിലോട്ട് എത്തിച്ചേർന്നു. കാരണം എനിക്ക് അന്നുകൂടി അത് ശരിക്കും മനസ്സിലായ ഒരു കാര്യമാണ്. ഓക്കെ, നമ്മൾ ഷുഗർ വരുന്നു അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങളോട് പലരും പറയും നിങ്ങൾ നടക്കാൻ പോകും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറയാം, എൻ്റെ ചെറിയ ചെറിയ വ്യായാമങ്ങൾ ചെയ്യാൻ പറയും. പക്ഷേ ഞാൻ ഉറപ്പായിട്ടും പറയാം, നിങ്ങളുടെ പേശികളെ നല്ല രീതിയിൽ വർക്ക് ചെയ്യിപ്പിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഷുഗറിനെ നിയന്ത്രിക്കാനായിട്ട് പറ്റില്ല. ഓക്കെ, നമ്മൾ ആഹാരം മാത്രം നിയന്ത്രിച്ചുകൊണ്ട് കാര്യമില്ല. അദ്ദേഹം എന്നോടൊപ്പം വർക്കൗട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അത്യാവശ്യം ഹെവി ആയിട്ടുള്ള ഒരു വർക്കൗട്ട് രീതിയായിരുന്നു അന്ന് ചെയ്തുകൊണ്ടിരുന്നത്. കംപ്ലീറ്റ് ആ ഒരു മസിൽ പാർട്സുകൾക്കും നല്ല രീതിയിൽ ജോലി കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഷുഗർ കുറഞ്ഞു വരുന്നതായിട്ടാണ് കണ്ടത്. ഓക്കെ, ഇപ്പം ഞാനിപ്പോൾ ജിമ്മിൽ വർക്കൗട്ട് ചെയ്യുന്നില്ല, അദ്ദേഹം ഇപ്പോൾ വർക്കൗട്ട് ഇല്ല, എന്നാലും ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കാണാറുണ്ട്, സംസാരിക്കാറുണ്ട്. ഓക്കെ, ഞാൻ അദ്ദേഹത്തിനൊക്കെ പറയും ജിമ്മിൽ പോകാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഡമ്പലൊക്കെ ഓടിച്ചിട്ട് വർക്കൗട്ട് ചെയ്യണം, നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് ചെയ്യണം. അപ്പോൾ തന്നെ നിങ്ങളുടെ ആ ഒരു പ്രശ്നങ്ങൾ ഇനി വരാതെ നിയന്ത്രിച്ചുകൊണ്ട് നിങ്ങൾക്ക് പോകാൻ പറ്റുമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം ഫ്രണ്ട്സ്, നിങ്ങൾ ഷുഗർ പേഷ്യൻസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ചെയ്യേണ്ട ഒരു മെയിൻ എക്സസൈസ് എന്ന് പറയുന്നത് നിങ്ങൾ സ്ട്രെങ്ത് ട്രെയിനിങ് അല്ലെങ്കിൽ വെയിറ്റ് ട്രെയിനിങ് ആണ്. ഓക്കെ, നിങ്ങളിപ്പോൾ ഒരു 40 വയസ്സൊക്കെ കഴിയുമ്പോഴേക്കും പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, ഇനി എങ്ങനെയാണ് ഞങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ സ്ത്രീകൾക്കൊക്കെ ഉണ്ടാകുന്ന ഒരു സംശയമാണ്, സ്ത്രീ ആയാലും പുരുഷനാണെന്നുണ്ടെങ്കിലും യാതൊരു പ്രശ്നവുമില്ല വെയിറ്റ് ട്രെയിനിങ് ചെയ്യുന്നതുകൊണ്ട്. നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനായിട്ട് നിങ്ങൾ ഒരുപാട് ഹെവി ആയിട്ടുള്ള വെയിറ്റുകൾ എടുത്ത് പൊക്കാനല്ല നമ്മൾ ഈ പറയുന്നത്. നിങ്ങളുടെ മസിൽസിന് നല്ല രീതിയിൽ പ്രയോജനം കിട്ടുന്ന രീതിയിൽ നിങ്ങളുടെ മസിൽസിനെ പ്രവർത്തിപ്പിക്കണം. നിങ്ങളുടെ ശരീരത്തിലെ ആ ഒരു പേശികളെ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ഷുഗർ കുറഞ്ഞു വരുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, നിങ്ങൾ നടക്കാൻ പോകുന്നതുകൊണ്ടൊന്നും നിങ്ങൾ ഷുഗർ കുറയാൻ പോകുന്നില്ല. നിങ്ങളത് ദയവ് ചെയ്ത് നിങ്ങൾ ഈ ഒരു കാര്യം നിങ്ങൾ ഓർമ്മയിൽ വെച്ചോളൂ. നിങ്ങൾ നടക്കാൻ പോകുന്നതുകൊണ്ടൊന്നും നിങ്ങളുടെ ഷുഗർ നില കുറയില്ല. നിങ്ങൾ തീർച്ചയായിട്ടും വെയിറ്റ് ട്രെയിനിങ് ചെയ്തേ പറ്റത്തുള്ളൂ. അപ്പം വെയിറ്റ് ട്രെയിനിങ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചെറിയ ചെറിയ വെയിറ്റുകളൊക്കെ നിങ്ങൾക്ക് ഈ ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കാൻ കിട്ടും. നിങ്ങൾ കുറച്ച് വെയിറ്റുകൾ മേടിച്ച് വീട്ടിൽ വെക്കുക. അതിപ്പം നിങ്ങൾ സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ 40 വയസ്സ് കഴിഞ്ഞവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ യാതൊരു തരത്തിലും പേടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിങ്ങൾക്ക് ധൈര്യപൂർവ്വം നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പം നിങ്ങൾക്കത് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്ന ഒരാൾക്ക് ചോദിച്ചുകൊണ്ട് നിങ്ങളത് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നോട് അല്ലെ എൻ്റെ വീഡിയോയുടെ കമൻസിൽ നിങ്ങൾ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വെയിറ്റ് ട്രെയിനിങ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് വെയിറ്റ് ട്രെയിനിങ്ങിൻ്റെ ആ ഒരു വെയിറ്റ് ട്രെയിനിങ് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക്. ഓക്കെ, അതിനകത്തൊന്നും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ നിങ്ങൾ മസ്റ്റായിട്ട് നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്തിരിക്കണം. നിങ്ങൾ എല്ലാ ദിവസവും ചെയ്യേണ്ട, നിങ്ങൾ ഒരാഴ്ചയിലൂടെ പറ്റുമെങ്കിൽ ഒരു 4 ദിവസം നിങ്ങൾ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നോക്കൂ. നിങ്ങളുടെ ഷുഗർ നല്ല രീതിയിൽ കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അല്ലാതെ നിങ്ങൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതകാലം മൊത്തം നിങ്ങൾ മരുന്നും ഉപയോഗിച്ച് ഇരിക്കത്തേ ഉള്ളൂ. ഓക്കെ, മരുന്ന് അബദ്ധവശാൽ നിങ്ങൾക്കൊന്ന്
നിർത്തേണ്ട വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യം മൂലം ചിലപ്പോൾ ഒന്ന് ഉപയോഗിക്കാൻ പറ്റാതെ വരുവാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഷുഗർ വല്ലാത്ത രീതിയിൽ അപകടകരമായിട്ടുള്ള നിലയിൽ ചിലപ്പോൾ കൂടും, ചിലപ്പോൾ കുറയും. ഇത് വലിയൊരു അപകടം പിടിച്ച ഒരു പ്രശ്നം തന്നെയാണ് ഈ ഷുഗർ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മൾ എത്ര ചില ആൾക്കാർ പറഞ്ഞു കേൾക്കാം, ഞങ്ങൾ എത്ര ഡയറ്റ് കൺട്രോൾ ചെയ്തിട്ടും ഞങ്ങൾക്ക് ഷുഗർ കുറയുന്നില്ല എന്ന് പറഞ്ഞ് വിഷമിച്ച് കരയുന്ന ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. തീർച്ചയായിട്ടും അതിനൊക്കെ ഉള്ള ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് എക്സസൈസ് ആണ്, പ്രത്യേകിച്ചും വെയിറ്റ് ട്രെയിനിങ്. നിങ്ങൾ ആഴ്ചയിലൊരു 4 ദിവസം നിങ്ങൾ നിങ്ങളുടെ ഒരു പേശികൾക്കായിട്ട് നിങ്ങളുടെ പേശികളെ ജോലി ചെയ്യിപ്പിക്കുക, നല്ല രീതിയിൽ ജോലി ചെയ്യിപ്പിക്കുക. നമുക്കെല്ലാവർക്കും അറിയാം, പണ്ടുള്ള ആൾക്കാരെന്ന് പറയുന്നത് നല്ല രീതിയിൽ ഹാർഡായിട്ടുള്ള എക്സസൈസുകൾ എന്ന് വെച്ചാൽ അവരുടെ ജോലി തന്നെ ഒരു എക്സസൈസ് ആയിരുന്നു. ഇപ്പം സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ അമ്മിക്കല്ല്, അരകല്ല്, അല്ലെന്നുണ്ടെങ്കിൽ കിണറ്റിൽ നിന്ന് വെള്ളം കോരുക, നല്ല രീതിയിൽ അവരുടെ മസിൽസുകൾ നല്ല രീതിയിൽ വർക്ക് ചെയ്യുമായിരുന്നു. അതിനൊക്കെ തന്നെ നമ്മുടെ ആണുങ്ങളാണെന്നുണ്ടെങ്കിൽ പറമ്പിൽ തൂമ്പെടുത്ത് കിളയ്ക്കുക, അങ്ങനെ മറ്റുള്ള ഹെവി ആയിട്ടുള്ള ജോലികൾ ചെയ്യും, ഭാരം ഉയർത്തുക. ഇപ്പോൾ ഉള്ള ആൾക്കാർ ഇതൊന്നും തന്നെ ചെയ്യുന്നില്ലല്ലോ. അപ്പം മസിൽസ് പ്രവർത്തിക്കുന്നില്ല, നമ്മുടെ പേശികൾ പ്രവർത്തിക്കുന്നില്ല. നമ്മൾ നടക്കാൻ പോയി കഴിഞ്ഞാൽ ജസ്റ്റ് നമ്മളിങ്ങനെ നടക്കും. നമ്മൾ ഏത് പേശിയാണ് നടക്കുമ്പോൾ വർക്ക് ചെയ്യുന്നത്? നമ്മുടെ ലോവർ ബോഡിക്ക് ഒരല്പം ഒരു പ്രവർത്തനം ഉണ്ടാവും, നമ്മുടെ കാലുകൾക്ക്. അല്ലാതെ ഏത് മസിൽസാണ് പ്രവർത്തിക്കുന്നത്? അപ്പോൾ ഒരു കാർഡിയോ, നമ്മുടെ ഹൃദയാരോഗ്യം ചെറുതായിട്ട് മെച്ചപ്പെടുന്നുണ്ട്. അല്ലാതെ അതുകൊണ്ട് പ്രത്യേകിച്ച് യാതൊരു ബെനിഫിറ്റും നിങ്ങൾക്ക് കിട്ടുന്നില്ല. നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പേശികളെ നിങ്ങൾ നല്ല രീതിയിൽ നിങ്ങൾ അധ്വാനിപ്പിക്കണം. അധ്വാനിപ്പിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ഷുഗർ എന്ന് പറയുന്ന പ്രശ്നത്തിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് പോകാൻ പറ്റത്തുള്ളൂ. നിങ്ങൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിനിങ് ചെയ്ത് നിങ്ങളുടെ ഡയറ്റ് ഒന്ന് കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു പ്രശ്നത്തിനെ നമുക്ക് മറികടക്കാൻ പറ്റും. നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് മുമ്പോട്ട് പോകാൻ പറ്റും. നിങ്ങൾക്ക് ജോയിൻറ്റ് പെയിൻ കാണത്തില്ല. അതുപോലെ മറ്റുള്ള പ്രശ്നങ്ങളെല്ലാം നമുക്ക് നിങ്ങളുടെ ഒരു സ്ട്രെങ്തൊക്കെ നല്ല രീതിയിൽ നിലനിർത്താനൊക്കെ വെയിറ്റ് ട്രെയിനിങ് നിങ്ങൾ സഹായിക്കുന്നതായിരിക്കും. അപ്പം ഇന്ന് ഇത്രയേ ഉള്ളൂ വീഡിയോ, കുഞ്ഞു വീഡിയോ ആണ്. അപ്പം വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ടാണ് പറയാം. ബൈ.